യെസ്, നമസ്കാരം. നമ്മുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 30 ദിവസത്തെ ഒരു സമൃദ്ധിയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നു. 2 കാര്യങ്ങൾ, 3 വീഡിയോസായി നിങ്ങൾക്ക് ഈ സീരീസിൽ ഞാൻ അയച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ 3-ാമത്തെ ദിവസമാണ് ഇതിന്റെ ഡേ 3. ആദ്യത്തെ ദിവസം നമ്മൾ മാജിക് ജാറിന്റെ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇന്നത്തെ എഴുതാനുണ്ട്, ഇന്നലത്തെ എഴുതിയിരുന്നു. നിങ്ങൾ എഴുതുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ അതുപോലെ തന്നെ നമ്മളൊരു മെഡിറ്റേഷനെ പറ്റി പറഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ധ്യാനം, അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ഇന്നലെ ഒരു ദിവസമല്ല, ഡെയിലി ചെയ്യേണ്ടത്. ഇന്നത്തെ സബ്ജക്റ്റ് ഡേ 3 താങ്ക്സിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ സമൃദ്ധിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് താങ്ക്സ് ഗീവിങ് എന്ന് പറയുന്നത്. പണത്തെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പണത്തെ അഭിനന്ദിക്കുന്ന ധ്യാനം ഇന്നലെ നമ്മൾ ചെയ്തല്ലോ അല്ലെ. ഇന്ന് നമുക്ക് പണത്തെ താങ്ക്സ് ഗീവിങ് ടു മണി എന്നുള്ളതാണ്. എന്താണ് താങ്ക്സ് ഗീവിങ് മണി എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പൊതുവെ എന്താ ചെയ്യുന്നത്? നമ്മൾ പൊതുവെ പൈസ നമ്മളിൽ നിന്ന് ചെലവായി പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പൈസ നമ്മളിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മണി പോകുമ്പോൾ വളരെ സങ്കടത്തോടെ, വളരെ എന്താ പറയാ, ഒരു ഇതില്ലാതെ, അതിനോട് വളരെ താല്പര്യക്കുറവോടുകൂടിയല്ലേ നമ്മൾ കാശ് പുറത്തോട്ട് കൊടുക്കാറുള്ളത് അല്ലെ. അപ്പോ മാന്ത്രിക ധനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ സമൃദ്ധിയിലേക്കുള്ള യാത്രയാണെങ്കിൽ, നമ്മൾ സമൃദ്ധിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ ചെയ്യേണ്ടത്, വളരെ കൃത്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഉള്ള കാര്യത്തെ നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കുക എന്നുള്ളതാണ്. വളരെ സത്യസന്ധമായി നമ്മൾ നന്ദി അവിടെ പ്രകടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണം ചെലവഴിക്കുക എന്ന സാധാരണവും പലപ്പോഴും അബോധപൂർവമായ ഒരു പ്രവൃത്തിയെ കൃതജ്ഞതയുടെയും നല്ല ഉദ്ദേശത്തിന്റെയും ശക്തമായ നിമിഷങ്ങളാക്കി മാറ്റിയാൽ, പണം നമ്മുടെ കൈകളിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് സാധാരണയായി ഉണ്ടാകുന്ന ഖേദമോ ഭയമോ തോന്നുന്നതിന് പകരം നമ്മൾ അതിനെ ബോധപൂർവം അനുഗ്രഹിക്കുകയും അത് ഇരട്ടിയായി തിരികെ വരുമെന്ന ഉദ്ദേശത്തോടു കൂടി അയക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്തത്, അയ്യോ ഇത് തീർന്നു പോയല്ലോ എന്നതിന് പകരം, ഇത് പോയി എനിക്ക് ഇഷ്ടം പോലെ കൂടുതൽ കൂട്ടുകാരുമായി, ഫ്രണ്ട്സുമായി കൂടുതൽ പണമായി വരും എന്നുള്ള ബോധം വരുത്തുക എന്നത്, ഒരു ബോധപൂർവമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ലളിതമായി പറഞ്ഞ് നിങ്ങൾക്ക് വളരെ ലളിതമായി ഇത് ചെയ്യാം. നമ്മൾ ദിവസം മുഴുവനും, അല്ലെങ്കിൽ നിങ്ങൾ പണം ചിലവഴിക്കുമ്പോഴൊക്കെയും അത് നേരിട്ട് പണം കൈമാറുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവെ കാർഡ് സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് അടക്കുകയാണെങ്കിൽ തന്നെയും, ഒരു നിമിഷം അവിടെ നിർത്തി മനസ്സിൽ വളരെ സന്തോഷപൂർവ്വം മനസ്സുകൊണ്ട് ഈ വാചകം ഒന്ന് പറയുക: പണമേ നന്ദി, നീ പോയി നിന്റെ ഇരട്ടിയായി എന്നിലേക്ക് തിരികെ എത്തുന്നതിന് നന്ദി എന്ന് പറയുക. അതായത് നീ ഇപ്പോൾ എൻ്റെ അടുത്ത് പോയിട്ട് ഇരട്ടിയായിട്ട് എൻ്റെ കയ്യിൽ തിരിച്ചു വരുന്നതിന് നന്ദി, ഈ ലഭിക്കുന്നയാൾക്കും ഉപകാരപ്രദം ഗുണകരമായി മാറട്ടെ എന്നെ കൊണ്ടുള്ള എന്നുള്ള നന്ദിയോടുകൂടി വേണം അതിനെ പറയാൻ. നന്ദി പണം എന്ന് കൃതജ്ഞതയുടെ കാതലായിട്ടാണ് നമ്മൾ പറയേണ്ടത്. നന്ദി എന്ന് പറയുമ്പോൾ, അത് പണത്തോട് പറയുമ്പോൾ കൃതജ്ഞത അവിടെ വളരെ കൃത്യമായി. അപ്പോൾ നിങ്ങൾ നൽകുന്ന സേവനത്തിന് പണത്തോട് നന്ദി പറയും. അതായത് പണം നിങ്ങൾക്ക് നൽകുന്ന സേവനത്തിന് നിങ്ങൾ നന്ദി പറയുന്നു. അത് ഭക്ഷണമായാലും വാങ്ങുന്നതായാലോ, താമസിക്കാനായാലോ, റൂം റെന്റോ, XYZ എന്തുമാവട്ടെ, എവിടെയൊക്കെ ചെലവഴിക്കുന്നു അവിടെയൊക്കെ നന്ദിയോടുകൂടി ആ പണത്തെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അത് പോയിട്ട് കൂടുതൽ കൂട്ടുകാരുമായി തിരിച്ചു വരിക, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുമായി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിന് കൊടുക്കുന്ന മെസ്സേജ്, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഐ ആം ഗിവിങ് യു
പോയി തിരിച്ചു വരൂ എന്ന ഒരു ഊർജ്ജസ്വലമായ പോസിറ്റീവ് ഊർജ്ജം അതിന് കൊടുക്കുകയാണ്. അപ്പോൾ അത് തിരിച്ചു വരാനുള്ള സാധ്യത അത് വളരെ ഇഷ്ടത്തോടു കൂടി അത് തിരിച്ചു വരും. അപ്പൊ എനിക്ക് ഇരട്ടിയായി തിരികെ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോട് പോസിറ്റീവായിട്ട് ഒരു ഉദ്ദേശവും ഒരു ഉറപ്പും അതിന് കൊടുക്കുന്നു, നീ തിരിച്ചു വരണമെന്നുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കണം അല്ലെ. വെറുതെ നമ്മൾ ഇത് ചെയ്യുന്നല്ലോ, ഇതിന്റെ എന്താണ് ഇതിന്റെ ബിഹൈൻഡ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഈ ലളിതമായ ഒരു പരിശീലനമാണെങ്കിൽ തന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്താഗതിയെ മുഴുവനായി ഇത് മാറ്റും. ഇത് നമ്മുടെ ചിന്താഗതിയിൽ വലിയ കാര്യക്ഷമമായ മാറ്റം വരുത്തും എന്നുള്ളതാണ്. എന്താണ് നന്ദി എന്ന് പറയുമ്പോഴും നമുക്ക് ആ കൊടുക്കുന്നതിന് മൂല്യമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കും. നമ്മൾ മൂല്യത്തോടു കൂടി അതിന് നൽകും എന്നുള്ളതാണ്. അപ്പോ പണം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ എപ്പോഴും ദുഃഖിക്കുന്നതിന് പകരം നമ്മളത് പോയി നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവാതിന് പകരം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല, നമ്മളെ നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ഉപബോധ മനസ്സിലുണ്ടാവുന്ന ഭയത്തെ നേരിട്ട് ചെറുക്കാനും അതിന് ചെലവഴിക്കുന്നതിന് ശക്തമായ സൃഷ്ടിയുടെ പ്രവൃത്തിയായി മാറ്റി എഴുതപ്പെടുകയും ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആക്ഷനെ പറ്റിയിട്ടായി പറഞ്ഞത്. അതുപോലെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇത് നമുക്ക് ഉണ്ടാക്കി തരും. നമ്മൾ ചിലവഴിക്കുന്ന പണത്തിനെ പറ്റിയിട്ട് നല്ലൊരു ഫീഡ്ബാക്ക്, അത് അനുഗ്രഹീതമായി എന്നതും എത്രയധികം പണം അത് നമുക്ക് പണവുമായി എത്രയധികം ബന്ധമുണ്ട് എന്നുള്ളതുമായ അനുഗ്രഹീതമായ ഒരവസ്ഥ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വളരെ ഊർജ്ജപരമായ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് നമ്മളിൽ നടക്കുന്നത്. അപ്പൊ പണം സമൃദ്ധമാണെന്നും അത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് തിരികെ വരുമെന്നുമുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ നമ്മൾ അത് ഉപബോധ മനസ്സിനെ അങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈ അബൻഡൻസ് മണി നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകളെ നമുക്കവിടെ തുറന്നു കൊടുക്കുന്നു. അപ്പൊ ഓരോ ഇടപാടിനൊപ്പവും നന്ദി എന്നുള്ള പണമേ നീ പോയി എനിക്ക് ഇരട്ടിയായി തിരികെ വരിക എന്ന് ബോധപൂർവം പറയാൻ ശ്രമിക്കുക. ഈ ലളിതമായ പ്രവൃത്തി പണം ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വികാരങ്ങളെ എങ്ങനെ മാറ്റുന്നു എന്ന് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ വാച്ച് ചെയ്യുക. എന്നിട്ട് കമന്റ് ചെയ്യുക, താഴെ അഭിപ്രായം പറയുക. ഇപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ടിരുന്നത് നിങ്ങളെല്ലാം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് ഇത് കേൾക്കുമ്പോൾ എന്ന് താഴെ നിങ്ങളുടെ കമന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ലെറ്റ് മി സീ ഹൗ ഡു യു റിയാക്ട് എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ കൈകളിൽ നിന്നും പണം പോകുമ്പോൾ ബോധപൂർവം അതിനെ അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്നൊന്ന് താഴെ കമന്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ പ്രവൃത്തിയായി മാറുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ അതിന് തത്തുല്യമായ കമന്റ് താഴെ രേഖപ്പെടുത്തുക. എന്നിട്ട് 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റം വന്നു എന്ന് നിങ്ങൾക്ക് തന്നെ പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ് ടുഡേ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.